കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപിന് വമ്പൻ വരവേൽപ്പാണ്. ദിലീപ് അനുകൂലികൾ നൽകിയത്. കോടതി വളപ്പിൽ ലഡു വിതരണം ചെയ്തും വീടിന് സമീപം കേക്ക് മുറിച്ചുമൊക്കെ ദിലീപ് ഫാൻസ് ആഘോഷിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ്. ദിലീപ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും ഈ കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ അവിടെ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെയാണ് രാവിലെ മുതൽ കേരളം തെരഞ്ഞിരുന്നത്. ഇതിനൊരു മറുപടി ലഭിക്കുന്നത് 9:30 ആലുവയിലെ ദിലീപിന്റെ പത്മസരോവരം വീട്ടിൽ നിന്നാണ്. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ദിലീപിന്റെ മുഖം മാധ്യമങ്ങൾക്ക് തരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വാഹനത്തിലോട്ട് കയറുമ്പോൾ കുട ചൂടി കയറിയ ദിലീപ് പിന്നീട് പുറത്ത് ഗേറ്റിന് വെളിയിലേക്ക് വരുമ്പോൾ ആ വാഹനത്തിന്റെ വിൻഡോ അത് ഷീൽഡ് ഉപയോഗിച്ച് മറച്ചിരുന്നു, വിൻഡോ ഷെയ്ഡ് ഉപയോഗിച്ച് മറച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്നു. അപ്പോഴൊന്നും മാധ്യമങ്ങൾക്ക് ദിലീപിന്റെ മുഖം വ്യക്തമായിരുന്നില്ല. തുടർന്ന് 9:30 ദിലീപ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. യാത്രയ്ക്കായി ദിലീപ് തെരഞ്ഞെടുത്തത് കളമശ്ശേരി കണ്ടെയ്നർ റോഡായിരുന്നു. ആ ടോളിൽ ദിലീപിന്റെ വാഹനം നിർത്തിയപ്പോൾ മാതൃഭൂമി ന്യൂസ് സംഘം വാഹനത്തിന്റെ മുൻപിൽ നിന്നും ക്ലിയറായി ദിലീപ് ആ വാഹനത്തിൽ ഇരിക്കുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും മറ്റുമുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യം അങ്ങനെ മാതൃഭൂമി ന്യൂസിലൂടെ കേരളം കണ്ടു. തുടർന്ന് 9:10 ദിലീപ് തന്റെ അഭിഭാഷകനായ രാമൻ പിള്ളയുടെ വീട്ടിലെത്തി. അവിടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ദിലീപ് കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിലെത്തി 11 തന്നെ ഈ കോടതി നടപടികൾ ആരംഭിച്ചു. ആദ്യ മിനിറ്റിൽ തന്നെ 6 പ്രതികളെ കുറ്റക്കാരായുള്ള കോടതിയുടെ വിധി വന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഈ കോടതി വളപ്പിലുണ്ടായിരുന്ന ദിലീപിന്റെ അനുകൂലികൾ മധുരം പങ്കിട്ടുകൊണ്ടുള്ളൊരു വിജയം ആഘോഷിച്ചു തുടങ്ങിയിരുന്നു. അതോടൊപ്പം ആലുവയിലെ ദിലീപിന്റെ വീട്ടിലും പടക്കം പൊട്ടിച്ചുകൊണ്ട് വലിയ ഒരു ആഘോഷത്തിന് അവിടെ തിരികൊളുത്തുകയായിരുന്നു. വിധി പ്രസ്താവം വന്നതിന് ശേഷം കോടതിക്ക് പുറത്തിറങ്ങിയ ദിലീപ് ആദ്യം പോയതും അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ വീട്ടിലായിരുന്നു. അവിടെ അഡ്വക്കേറ്റ് രാമൻ പിള്ളയെ കണ്ട ശേഷം ഉച്ചയോടുകൂടിയാണ് ആലുവ പത്മസരോവരത്തെ ദിലീപിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. വീടിന്റെ ഗേറ്റിന് ഏതാനും മീറ്ററുകൾക്കപ്പുറം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ദിലീപ് കാൽനടയായിട്ടാണ് വീട്ടിലോട്ട് പ്രവേശിക്കുന്നത്. അതിനോടകം തന്നെ അവിടെ ദിലീപിന്റെ അനുകൂലികളും ആരാധകരും ബന്ധുക്കളുമായിട്ടുള്ളവരുടെ വലിയൊരു ജനാവലി അവിടെ തടിച്ചുകൂടിയിരുന്നു. ഇവരുടെ ഇടയിലൂടെ മുദ്രാവാക്യം വിളികളുടെയും കരഘോഷങ്ങളുടെയും ഇടയിലൂടെ നടന്നു വന്ന ദിലീപ് ആരാധകരെ എല്ലാം അവരുടെ മുദ്രാവാക്യങ്ങളെല്ലാം സ്വീകരിച്ച് അവിടെ തയ്യാറാക്കിയിരുന്ന കേക്ക് കട്ട് ചെയ്ത ശേഷമാണ് വീടിന് അകത്തേക്ക് കയറുന്നത്. ഏതായാലും വലിയ ആഹ്ലാദത്തിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ആ ഒരു വിധിയെ വലിയ ആവേശത്തോടെയാണ് ദിലീപ് അനുകൂലികളും ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും ബന്ധുക്കളും സ്വീകരിക്കുന്നത്. ബിനു പാവമ്പയ്ക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.